ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിലോട്ട് ഈ പാല് മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുമ്പോൾ കുറച്ചും കൂടെ പാല് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തന്നെ അത് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടുണ്ടെന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഒന്നുകൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്തിയാലും മതി കേട്ടോ. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവ് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ റവ ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് ഇതിൽ ലൂസാക്കണ്ട കേട്ടോ. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ തൈര് ലൂസിൽ മാവ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് മധുരത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടരുത് കേട്ടോ. എണ്ണ നല്ല ചൂട് ഉണ്ടാകരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഒന്ന് തിരിച്ച് മറിച്ച് ആക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഷുഗർ പാൻ ഉണ്ടല്ലോ അതിലോട്ട് നേരിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതുകൊണ്ട് തന്നെ ചൂടാറി വന്നതിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗറൊക്കെ ഇതിലോട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ച് ഷുഗർ പാനി കുറച്ച് ബാക്കിയത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാൻ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഷുഗർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇത് ഷുഗർ പാനിലിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം കേട്ടോ, എന്നാലും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക്